നമസ്കാരം. വില്ലേജ് ന്യൂസ് വെബ് ടിവിയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ നശിപ്പിച്ചേ അടങ്ങുവെന്ന നിലപാടിൽ നിന്ന് പിന്നോക്കം പോകാൻ SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് കഴിയുന്നുണ്ടെന്ന് തോന്നുന്നില്ല. അദ്ദേഹത്തിന്റെ പല പ്രസ്താവനകളിൽ നിന്നും അങ്ങനെ വേണം ചിന്തിക്കാൻ. പ്രതിപക്ഷ നേതാവിനോട് അത്രമേൽ വൈരാഗ്യം വെച്ചു പുലർത്തുന്ന പ്രസ്താവനകളാണ് വെള്ളാപ്പള്ളിയിൽ നിന്നും തുടർച്ചയായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വി.ഡി. സതീശനോട് വെള്ളാപ്പള്ളിക്ക് എന്താണ് ഇത്ര വൈരാഗ്യം? സമൂഹത്തിനറിയില്ല. വെള്ളാപ്പള്ളിയുടെ മുസ്ലിം വിരുദ്ധ അല്ലെങ്കിൽ മുസ്ലിം ലീഗ് വിരുദ്ധ നിലപാടുകളെ ഏറ്റവും അധികം എതിർക്കുന്ന നേതാവാണ് വി.ഡി. സതീശൻ. മറ്റു പലരും മൗനിയായിരിക്കുമ്പോഴും സതീശൻ അതിന് മുതിരാറില്ല. ഒരുപക്ഷെ അതായിരിക്കാം വെള്ളാപ്പള്ളിയെ ഇത്രമേൽ പ്രകോപിപ്പിക്കുന്നത്. മറ്റൊരു കാരണവും സമൂഹത്തിനറിയില്ല. വെള്ളാപ്പള്ളിയുടെ ഓരോ പ്രസ്താവനകളും സതീശൻ വിരോധം തിളച്ചു പൊന്തുന്നവയാണ്. ഏറ്റവും ഒടുവിലത്തെ പ്രസ്താവന വരെ അതാണ് തെളിയിക്കുന്നത്. ഇക്കുറി അല്പം കൂടി കടന്നാണ് വെള്ളാപ്പള്ളി വായ തുറന്നിരിക്കുന്നത്. വി.ഡി. സതീശനെ ബോഡി ഷെയ്മിംഗ് വരെയാണ് ഇക്കുറി നടത്തിയിരിക്കുന്നത്. വി.ഡി. സതീശന്റെ മുഖം കണ്ടാൽ ആരും വോട്ട് ചെയ്യില്ലെന്നാണ് വെള്ളാപ്പള്ളി കടത്തി പറഞ്ഞിരിക്കുന്നത്. എന്നാൽ സതീശനോടുള്ള വിരോധം മറ്റ് UDF നേതാക്കളോട് അദ്ദേഹത്തിന് ഇല്ലെന്നതും ശ്രദ്ധേയമാണ്. മുഖ്യമന്ത്രിയാകാൻ വി.ഡി. സതീശനേക്കാൾ യോഗ്യൻ K.C. വേണുഗോപാലാണെന്നും പുതുയുഗ യാത്രയുടെ വിജയത്തിൽ സതീശന് പങ്കൊന്നുമില്ലെന്നും ചെന്നിത്തലയും K.C.യുമാണ് വിജയത്തിന് കാരണമെന്നുമാണ് വെള്ളാപ്പള്ളി പറയുന്നത്. പുതുയുഗ യാത്രയുടെ വിജയത്തിൽ സതീശന് പങ്കൊന്നുമില്ലെന്നും ചെന്നിത്തലയും K.C.യുമാണ് വിജയത്തിന് കാരണമെന്നുമാണ് പറഞ്ഞ് വെള്ളാപ്പള്ളി മറ്റു ചില പാലങ്ങൾ പണിയാൻ ശ്രമിക്കുന്നുണ്ടെന്നുള്ളത് ശ്രദ്ധേയമാണ്. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ LDF അധികാരം നിലനിർത്തുമെന്നും പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയാകാൻ സാഹചര്യവുമാണ് നിലവിലുള്ളതെന്നാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ കണക്കുകൂട്ടുന്നത്. സതീശന്റെ മുഖം കണ്ട് ആരും UDFന് വോട്ട് ചെയ്യുമെന്ന് കരുതേണ്ടെന്നും അദ്ദേഹം പരിഹസിച്ചു. ശബരിമലയിൽ സ്ത്രീ പ്രവേശന വിഷയത്തിൽ സർക്കാർ അനുകൂല നിലപാട് സ്വീകരിക്കരുതെന്ന് വെള്ളാപ്പള്ളി ആവശ്യപ്പെട്ടു. ശബരിമലയിൽ നിലവിലെ ആചാരപരമായ സ്ഥിതി തുടരണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തന്ത്രിയും മന്ത്രിയും ഈ വിഷയങ്ങളെല്ലാം മറക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശബരിമലയിലെ തന്ത്രി വിഷയം പ്രതിപക്ഷം ആയുധമാക്കിയപ്പോൾ അതിനെ വേണ്ട രീതിയിൽ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ലെന്ന് വെള്ളാപ്പള്ളി ചൂണ്ടിക്കാട്ടി. ശബരിമല വിഷയത്തെ രാഷ്ട്രീയമായി വിപണനം ചെയ്യുന്നത് UDF ഏറെ മുന്നിലാണെന്നും അദ്ദേഹം വിലയിരുത്തി. LDFന് ഭരണ തുടർച്ച സാധ്യതയുണ്ടെന്ന് പറയുമ്പോഴും ശബരിമല പോലുള്ള വൈകാരിക വിഷയങ്ങളിൽ വീഴ്ചകൾ സംഭവിച്ചതായും വെള്ളാപ്പള്ളി ഓർമ്മിപ്പിച്ചു. ആരോഗ്യമന്ത്രി വീണ ജോർജിനെ പ്രശംസിക്കാനും വെള്ളാപ്പള്ളി മറന്നില്ല. കഴിവുള്ള മിടുക്കിയായ സ്ത്രീയാണ് വീണ ജോർജ് എന്നും എന്ത് തെറ്റുണ്ടായാലും അവരാണ് കുറ്റക്കാരി എന്ന് പറയുന്നത് ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയാകുന്ന സ്ഥിതിയാണുള്ളതെന്നും എഴുതിത്തള്ളാവുന്ന നിലയിലല്ല CPM എന്നും വെള്ളാപ്പള്ളി വിലയിരുത്തുന്നു. സതീശന്റെ മുഖം കണ്ടുകൊണ്ട് ആരും വോട്ട് ചെയ്യുമെന്ന് കരുതണ്ട. പിറകിൽ നിന്നും നയിക്കുന്ന ശക്തിയാണ് UDF ജാഥയെ നയിക്കുന്നത്. K.C. വേണുഗോപാലും രമേശ് ചെന്നിത്തലയുമാണ് ജാഥയെ പിന്നിൽ നിന്ന് നയിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാഷ്ട്രീയ വിശകലനങ്ങളും കണക്കുകളും വെള്ളാപ്പള്ളി നിരത്തുമ്പോഴും പിണറായി ഭക്തിയും സതീശൻ വിരോധവുമായിരുന്നു പലയിടത്തും മുഴച്ചു നിന്നത്. BJPയെ തട്ടാനും രാജീവ് ചന്ദ്രശേഖരനെ തലോടാനും SNDP സെക്രട്ടറി ശ്രമിച്ചപ്പോഴും സതീശൻ വിരോധം അവിടെയും മുഴച്ചു നിന്നു. വി.ഡി. സതീശനെ എതിർക്കാൻ ഏതറ്റം വരെയും പോകാൻ തയ്യാറാണെന്നുള്ളത് വെള്ളാപ്പള്ളിയുടെ വാക്കുകളിൽ തെളിഞ്ഞു നിൽക്കുന്നത് ആർക്കും കാണാവുന്നതാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വില്ലേജ് ന്യൂസ് വെബ് TV സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒപ്പം കമന്റ് ആൻഡ് ഷെയർ കൂടി ചെയ്യുക.